ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന റെക്കോർഡ് നരേന്ദ്രമോദി നേടിയിരിക്കുകയാണ്. ഇത്രയും വർഷത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ നമ്മളെ നയിച്ച ഒരിത് വെച്ച് എന്ത് തോന്നുന്നു? അദ്ദേഹം അർഹിക്കുന്ന ഒരു റെക്കോർഡാണിത്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ ഭരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി 4398 ദിവസം കഴിഞ്ഞ് 99 ദിവസം ആയപ്പോഴത്തേക്കും അദ്ദേഹമായി നമ്പർ 1. 98 ദിവസം ആയപ്പോഴത്തേക്കും നെഹ്റുവിനൊപ്പം എത്തി. 4399 ആയപ്പോഴത്തേക്കും നെഹ്റുവിനെ മറികടന്നു. നെഹ്റുവിൻ്റെ ഒരു റെക്കോർഡും കൂടെ മറികടക്കാനുണ്ട്. കാരണം ഏറ്റവും ദീർഘകാലം പ്രധാനമന്ത്രിയായിട്ടിരുന്ന ആൾ നെഹ്റു തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടല്ല, അദ്ദേഹം നേരിട്ട് അവരോധിക്കപ്പെട്ടതാണ്. അതൊരു കാവൽ മന്ത്രിസഭയായിരുന്നു 5 വർഷത്തോളം, 1947 തൊട്ടിട്ട് 1952 വരെ. അപ്പം 47 ഓഗസ്റ്റ് 15 നെഹ്റു അധികാരത്തിൽ കയറി. പിന്നീട് 52 ഏതാണ്ട് മെയ് മാസം വരെയാണെന്ന് തോന്നുന്നു. അത്രയും കാലം അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഭരിച്ചു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് 6130 ദിവസം വരും. ഒരു വളരെ ദീർഘമായ കാലയളവാണ് അത്. എന്ന് പറഞ്ഞാൽ 17 വർഷം, 16 വർഷം, 16.25 വർഷം എന്ന് വേണം പറയാം, 17 വർഷത്തിനടുത്ത് അത്ര സമയമുണ്ട്. അപ്പോൾ മോഡി ഇപ്പം അധികാരത്തിൻ്റെ 12ാം വർഷത്തിലാണ്. ഈ 12 വർഷം കൊണ്ട് അദ്ദേഹം നെഹ്റുവിൻ്റെ ഒരു റെക്കോർഡിനെ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി, മുമ്പ് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നതിനെ മറികടന്നു. ഇപ്പം നെഹ്റുവിൻ്റെ ഒപ്പമെത്തി, നെഹ്റുവിനെ മറികടന്നു. അപ്പം ഇനി ഒരാൾ അങ്ങനെ വേണമെങ്കിൽ 12 വർഷം ഇന്ത്യ ഭരിക്കണ ഒരാൾക്ക് മാത്രമേ ആ റെക്കോർഡ് ഇനി മറികടക്കാൻ പറ്റുള്ളൂ. ഇനിയുണ്ട് 3 വർഷം മുന്നിൽ. 3 വർഷം മുന്നിലുണ്ട്. നിലവിൽ ന്യൂനപക്ഷ മന്ത്രിസഭയാണ്. അതിന് പുറമേയുള്ള കക്ഷികളുടെ പിന്തുണയും കൂട്ടുഭരണമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ ഇക്വേഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവൊക്കെ മോഡിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ 5 കൊല്ലം തികയ്ക്കുകയും അതിനുശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് 6130 ദിവസം ഭരിച്ച നെഹ്റുവിൻ്റെ മുന്നിൽ പോകാൻ, 17 വർഷത്തോളം ഭരിച്ച നെഹ്റുവിൻ്റെ മുന്നിൽ നിർത്താനും പറ്റും. സ്വാഭാവിക സാധ്യത തന്നെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അദ്ദേഹത്തെ അനുവദിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു തയ്യാറെടുപ്പ്, സന്നദ്ധത അദ്ദേഹത്തെ അനുവദിക്കുകയാണ്. ഈ 2 കാര്യം വേണം. ഒന്ന്, എനിക്കിത് മതി, ഇനി അദ്ദേഹം ഒരു ശരിക്കും ഒരു സന്യാസിയുടെ ശിഷ്യനാണല്ലോ, ദീക്ഷിതനായ ശിഷ്യനാണ് അദ്ദേഹം. ഞാൻ എൻ്റെ സന്യാസ ശിക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതെല്ലാം വർജിച്ച് ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു അദ്ദേഹം നിശ്ചയിക്കുകയാണെങ്കിൽ, ഏത് നിമിഷവും അങ്ങനെ നിശ്ചയിക്കുക അദ്ദേഹത്തിന്. കാരണം ഭരിച്ചവർ സന്യാസപരമായ ചരിത്രം ഇന്ത്യക്കുള്ളത്. രാജർഷികളുടെ നാടാണ് ഇന്ത്യ. രാജാക്കന്മാരായി ഭരിക്കുന്നു, ഋഷികളായിട്ട് അവർ മാറുന്നു എന്നുള്ള ഒരിതാണ്. അങ്ങനത്തെ ഒരു പാരമ്പര്യമാണ് ഭാരതത്തുള്ളത്. അതായത് മരണം വരെ അധികാരത്തിൽ കടിച്ചുതൂങ്ങി കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഇവിടെ താല്പര്യമൊന്നുമില്ല. അവർ നിശ്ചയിച്ചിട്ടുണ്ട്, എനിക്ക് ഭരിക്കാനാണെങ്കിൽ ഒരു ചുമതല എനിക്ക് കിട്ടി, പാരമ്പര്യത്തിലോ ജനങ്ങളെ ഏൽപ്പിച്ചോ, അത് ഇത്ര നാൾ ഞാൻ ഭരിക്കും, അത് കഴിഞ്ഞ് അടുത്ത ആൾ വരട്ടെ. അത് അങ്ങനെ ഒരു എപ്പോഴും ഒരു താല്പര്യം ഇവിടെ ഇന്ത്യയിൽ ഭരിച്ച നിരവധി രാജാക്കന്മാർക്കുണ്ടായിരുന്നു. രാജർഷികളുടെ നാട് എന്ന് വേറെ ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ഒരിതാണ്. പലപ്പോഴും ചിലപ്പോൾ അധികാര തർക്കങ്ങൾ വരും. പല രാജാക്കന്മാരും ചക്രവർത്തിമാരും ആ സ്ഥാനത്ത് ഇരുന്ന് തന്നെ മരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ യുദ്ധങ്ങളിലായിരിക്കും മരിക്കുന്നത്. ചില കേസുകളിൽ മക്കൾ കയറി അധികാരം പിടിച്ചെടുക്കും, അച്ഛനെ പിടി ജയിലിലിട്ടെന്ന് വരും, കൊന്നെന്ന് വരും. ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് രാജഭരണമല്ല, ജനകീയ ഭരണമാണ്, ജനാധിപത്യ ഭരണമാണ്. ജനങ്ങളാണ് മോഡിയെ തിരഞ്ഞെടുത്തത്. ജനങ്ങൾ ഇനിയും തിരഞ്ഞെടുത്തു വരും. ജനങ്ങൾ സന്നദ്ധരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ BJPയുടെ മോഡിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. സ്വാഭാവികം. അവർ കോൺഗ്രസ് 50 വർഷം പിറകോട്ടടിച്ച വികസനങ്ങൾ മോദി എക്സാക്ട്ലി അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഒരു വലിയ ഒരു ചേഞ്ച് എന്തെന്ന് വെച്ചാൽ ജനങ്ങളുടെ മനസ്സിൽ തോന്നലുണ്ടായിരുന്നു. പണ്ടൊക്കെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഗൾഫിൽ വികസനം, യൂറോപ്പിൽ വികസനം, US വികസനം, അവിടെയൊക്കെ ഇവിടെ നടക്കില്ല. എന്താ അവിടെ അതൊക്കെ എങ്ങനെയാണ്? സായിപ്പിന് ഭയങ്കര ബുദ്ധിയാണ്, സായിപ്പ് ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിച്ചു. യൂറോപ്പിലാണെങ്കിലും അവിടെ ജനസംഖ്യ കുറവല്ലേ, അതുകൊണ്ട് വികസനം എല്ലാവരും എത്തും. ഗൾഫിൽ നോക്കുമ്പോൾ അവിടെ പെട്രോളിയം ഉണ്ട്, പിന്നെ രാജാക്കന്മാരല്ലേ ഭരിക്കുന്നത്, നിയമം ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൻ്റെ എല്ലാ അർത്ഥം എന്താ? നമുക്ക് ഒന്നും ആവാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഇവിടുത്തെ ജനങ്ങളുടെ തലയ്ക്കകത്തേക്ക് കുത്തി വെച്ച് കൊടുത്തതിൽ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് പങ്കുണ്ട്. UDFനുണ്ട്, LDFനുണ്ട്. അത് കേന്ദ്ര തലത്തിൽ കോൺഗ്രസ് ഭരിച്ചു. അങ്ങനെ തന്നെയാണ്. വികസനമില്ലെങ്കിൽ, നമുക്ക് വികസിക്കാൻ യോഗമില്ലാത്ത, അങ്ങനത്തെ കഴിവില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടും ജനസംഖ്യാപരമായിട്ടും നമുക്കതിന് കെൽപ്പില്ലാട്ടോ എന്ന് പറഞ്ഞു വയ്ക്കാനാണ് നമ്മളെ ഭരിച്ചവർ ശ്രമിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അതിനുള്ള കെൽപ്പുള്ളത് നമുക്കാണ്. നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. യൂറോപ്പിൽ എന്തുകൊണ്ട് വികസനം ഇവിടെ എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു റീസൺ, അവിടെ ജനസംഖ്യ കുറവല്ലേ, അതുകൊണ്ട് വികസിക്കാനായത്. പക്ഷേ മോഡിയുടെ കാലത്ത് ഇന്ത്യ തെളിയിക്കുന്നത് ഈ ജനസംഖ്യ ഒരു സമ്പത്താണ്. ഈ ഇത്രയും വലിയ ജനമുണ്ടല്ലോ, ഇതൊരു വലിയ സമ്പത്താണ്. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യയിൽ നമ്മൾ ഭക്ഷ്യവസ്തുക്കളൊക്കെ വാങ്ങുക കടയിൽ അല്ലേ, ബഹുഭൂരിപക്ഷം ആൾക്കാരും.
99% ആൾക്കാരും വാങ്ങുമായിരിക്കും. വളരെ കുറച്ച് പേര് മാത്രമേ സ്വന്തം ഭൂമിയിൽ നിന്ന് എല്ലാ സാധനവും, അതായത് അരി, പച്ചക്കറി, മറ്റു സാധനങ്ങളെല്ലാം കൃഷി ചെയ്തെടുക്കുന്നത് കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് പേര് എന്താ പറയുക, എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ജീവിച്ചു പോകുന്നവരുണ്ട്. ചില സന്യാസികളുണ്ട്, അല്ലെങ്കിൽ ഭിക്ഷാടകരുണ്ട്, അങ്ങനെയുള്ളവരൊക്കെ മാറ്റി നിർത്തുക. പക്ഷേ ജനങ്ങൾ ഭൂരിഭാഗവും എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നു. ഒരു നേരത്തെ ഭക്ഷണം എൻ്റെ ഉള്ളിൽ ചെല്ലണമെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യുന്നൊരു ടാക്സ് കൊടുത്തിരിക്കും. 140 കോടി ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ടാക്സ് കൊടുക്കുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ ആ വാങ്ങിക്കുന്ന വസ്തുക്കളുടെ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ ഈ നാടിൻ്റെ ടാക്സ് വരുവാൻ എവിടെയാണ് നിൽക്കുന്നത്? അത് വളരെ ഉയർന്നതല്ലേ? ഇത്രയും വലിയൊരു നാട്ടിൽ എന്തൊക്കെ വിറ്റ് പോകുന്നുണ്ട്? പെട്രോളിയം, ലോകത്തെ ഏറ്റവും വലിയ പെട്രോളിയം ഉപഭോഗമുള്ള നാടല്ലേ. അങ്ങനെ പലതും ഇല്ലേ. ഇലക്ട്രിസിറ്റി, ഇതൊക്കെ ആളോഹരിയായിട്ടും വീട്ടോഹരിയായിട്ടും ആയിക്കോട്ടെ, അത് ജനങ്ങൾക്കിടയ്ക്ക് ചെല്ലുകയും അതിൻ്റെ പണം സർക്കാരിലേക്ക് അടയ്ക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന റവന്യൂ എത്ര വലുതാണ്. ഇത്രയും ജനങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ അതിൻ്റെ റവന്യൂ എത്ര വലുതാണ്, അതിൽ നിന്ന് ഗവൺമെൻറ്റിന് ടാക്സ് എത്ര വലുതാണ്. അങ്ങനെ വരുമ്പോൾ ജനസംഖ്യ കുറഞ്ഞ ഒരു നാടും കൂടിയ ഒരു നാടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്താൽ ജനങ്ങൾക്ക് ആഹാരം, പാർപ്പിടം, വസ്ത്രം, ഇത് മൂന്നും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കൃത്യമായ വരുമാനമുള്ളൊരു നാടാണെങ്കിൽ ആ നാടായിരിക്കും ലോകത്തെ ഏറ്റവും വികസിച്ച നാട്, ഏറ്റവും സമ്പന്നമായ നാട്. കാരണം ഈ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സമ്പത്തുണ്ടല്ലോ, അത് ചെറുതല്ല. ഇനി തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ വ്യവസായ വികസനമാണ്. ഇന്ത്യ വ്യവസായത്തിൽ പിറകിലായിരുന്നു, എന്നാൽ ഇന്ത്യക്ക് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ആ വ്യവസായ വികസനത്തിലേക്കും കൂടി മോഡി എത്തിക്കുകയാണ്. അത് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പ്രൊജക്റ്റുകളിൽ കൂടി ജനങ്ങൾക്കൊരു സന്ദേശം കൊടുത്തു. നിങ്ങൾ ഇവിടെ സൃഷ്ടിക്കൂ, എന്നിട്ട് നിങ്ങൾ വിൽക്കൂ ലോകം മുഴുവൻ. അതിൻ്റെ ആ സന്ദേശം ഏറ്റവും കൊണ്ട് ഏറ്റെടുത്ത് ആരാന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാരാണ്. അതായത് വെറുതെ ഈ ആത്മനിർഭർ ഭാരത് പറയുകയല്ല, ഇത് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനും നടപടിയെടുത്തു. കേരളത്തിലെ ആൾക്കാർക്ക് ഇന്നും പഠനം കഴിഞ്ഞിട്ടൊരു CAO ഒക്കെ ആവണമെന്ന് ചോദിച്ചാൽ ആ സ്വപ്നം തലയിൽ കയറിയിട്ടില്ല. കേരളത്തിന് വെളിയിൽ ആന്ധ്രയിലും തമിഴ്നാട്ടിലും വടക്കേന്ത്യയിലും ഒക്കെ ചെറുപ്പക്കാരുടെ ആഗ്രഹം അവൻ്റെ +2 കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ IITയോ പോലുള്ളൊരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുക, ഡിഗ്രി കഴിഞ്ഞാൽ IIMൽ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇതിനൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ കുത്തിയിരുന്ന എക്സാം എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനൊക്കെ പുറമെ അവൻ പറ്റുമെങ്കിൽ അവൻ്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അവൻ ആഗ്രഹിക്കുന്നു. അത് തുടങ്ങി അതിൻ്റെ CEO ആയിട്ടിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉദയം കൊള്ളുന്ന നാടാണ് ഇന്ത്യ. ആലോചിച്ച് നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ തന്നെ നമ്മുടെ ഡിഫൻസ് മേഖലയിലെ പല സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് അപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത്. ഡ്രോൺ ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകളല്ലേ, മിസൈൽ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ബുദ്ധിയാണ്. IITയിലൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ഡിഫൻസ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം അവർക്കുണ്ടാകുന്നു. ഇന്ത്യൻ മിലിറ്ററിക്ക് വെടിക്കോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് ഇവിടെ സ്റ്റാർട്ടപ്പ് വന്നേക്കുന്നത്? IT മേഖലയിലാട്ടെ, ഉൽപ്പന്ന മേഖലയിലാട്ടെ, ഭക്ഷ്യസംസ്കരണ മേഖലയിലാട്ടെ, എല്ലാത്തിലും. അതൊരു പുതുയുഗം തുറന്നു കഴിഞ്ഞു. ഇതുകൂടാതെ ഈ അഗ്രികൾച്ചറൽ സ്റ്റാർട്ടപ്പുകളും അഗ്രികൾച്ചറൽ കമ്പനീസും അതിന് വേണ്ടുന്ന പാക്കേജുകൾ സൃഷ്ടിച്ചുകൂടി ഇന്ന് നോക്കിയാൽ അറിയാം, കേരളത്തിൽ തന്നെ ഒരു പഞ്ചായത്തിൽ ഒരെണ്ണമെങ്കിലും വെച്ച് ഒരു അഗ്രികൾച്ചർ കമ്പനി രജിസ്റ്റർ ആയിട്ടുണ്ടാവും. ആ പ്രദേശത്തുള്ള ആൾക്കാരായിരിക്കും. അതായത് അഗ്രികൾച്ചറിനെ ശരിക്കും ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ അതിൽ നിന്നും കൂടി ഇപ്പോൾ കൃഷി ചെയ്യുന്നവൻ അവൻ്റെ കാർഷിക വരുമാനത്തിൽ നിന്ന് ടാക്സ് കിട്ടാനില്ല. പക്ഷേ അത് എപ്പോഴാണ് ഒരു വാല്യൂ ആയിട്ട് പ്രൊഡക്റ്റായിട്ട് മാറുന്നത്, അവിടുന്ന് ഗവൺമെൻറ് ടാക്സ് കിട്ടും. അപ്പോൾ അവിടുന്ന് വരുമാനം വരും. അപ്പോൾ അങ്ങനെ ആക്കുകയും അത് പിന്നെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള പല തലങ്ങളിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകണം. എവിടെയൊക്കെയാണോ റവന്യൂ വരുമാനമുള്ളത്, ഗവൺമെൻറ് സ്വന്തമായിട്ട് എല്ലാ സാധനവും ജനങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദന മേഖല നടത്തേണ്ട ആവശ്യമില്ല. അത് ജനങ്ങൾ തന്നെ നടത്തട്ടെ. എന്നിട്ട് അത് കഴിവുള്ള പണക്കാരനാവട്ടെ, ജനങ്ങൾക്ക് വേണ്ട സേവനം അവർ കൊടുക്കട്ടെ. പക്ഷേ കൊടുക്കുമ്പോഴും ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ സമ്പന്നമായിട്ടിരിക്കാൻ ടാക്സ് കിട്ടിയാൽ മതി. അതിവിടെ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ മോഡിയുടെ ഇച്ഛാശക്തിയാണ് ഇവിടുത്തെ ഇലക്ട്രിക് വെഹിക്കിൾ. അതായത് പെട്രോൾ ഇതര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഡോളറിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഇന്ധന ഇല്ല ഊർജ്ജ വ്യവസ്ഥ അദ്ദേഹം ഇവിടെ വിഭാവനം ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ധാരാളം ഇവിടെ വന്നു തുടങ്ങി. ഇന്ത്യയെ മാറ്റിമറിച്ചൊരു പ്രഖ്യാപനമായിരുന്നു UPI പേയ്മെൻറ്റ്, ഡിജിറ്റൽ ഇന്ത്യ. പിന്നെ അത് ലോകത്തെ ഏറ്റവും, ഞാൻ കൊറിയയിലുണ്ടായിരുന്നു, US-ലുണ്ടായിരുന്നു, ബഹ്റിനും സിംഗപ്പൂരൊക്കെ പോലുള്ള രാജ്യങ്ങളും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും തന്നെ ഇങ്ങനൊരു സംവിധാനം കണ്ടിട്ടില്ല. അവിടെ കൂടി വന്ന ക്രെഡിറ്റ് കാർഡ്, ഇവിടെ നാട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇവിടെ ആൾക്കാർ ഡെബിറ്റും ക്രെഡിറ്റും കാർഡും അത് ഉപയോഗിക്കുന്നില്ല. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് വിദേശത്തേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ മുഴുവനായിട്ടും ഒന്നുകിൽ ഡെബിറ്റ് കാർഡില്ല, ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഒട്ടുമിക്ക ഇത് ട്രാൻസാക്ഷൻസും നടത്തുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ തിരിച്ചു വന്നപ്പോഴും തുടക്കത്തിൽ അത് തന്നെയായിരുന്നു. മാക്സിമം ഉപയോഗിക്കുന്നത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും തന്നെയാണ്. അപ്പം ചില കാർഡ് വെച്ചിട്ട് എനിക്ക് എൻ്റെ US-ലെ അക്കൗണ്ടിൽ കിടന്ന പൈസ ഇവിടെ തന്നെ നമുക്ക് ഡ്രോ ചെയ്യാം. വലിയൊരു ഉപകാരം വന്നത്
പിന്നെ നാട്ടിൽ ജോലി ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗൂഗിൾ പേ എന്നാണ് ആദ്യം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി, പക്ഷേ UPI സംവിധാനമാണ്. അതെ. അപ്പോൾ ഇതൊരു വലിയൊരു ചേഞ്ചായി. ഇന്നും US പോലുള്ള രാഷ്ട്രങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയും കാര്യക്ഷമമായ, ഇത്രയും വിശ്വാസ്യതയുള്ള, അതായത് തട്ടിപ്പ് നടക്കാൻ പാടില്ലല്ലോ, അത്രയും വിശ്വാസമുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓൺലൈൻ ഇത്രയും നടക്കുമ്പം ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ കൊണ്ട് വരുന്ന കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? അത് നടക്കാത്ത വിധത്തിലുള്ള വിശ്വാസത, സ്ട്രെങ്ത് വരുന്നുണ്ട്. പല വിദേശ രാജ്യത്തുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇതെങ്ങനെയെന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്തുള്ള ഇന്ത്യൻ ബാങ്കുകളിൽ കൂടി ഇത് ചെയ്യുന്നുണ്ട്, അങ്ങനെ വിദേശത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇനി ആ ബാങ്കുകളും അവിടെ വിദേശ ബാങ്കുകളും തമ്മിൽ കണക്റ്റ് ആയിട്ട് ചെയ്യുന്നതോടെ ഇത് അവിടെ എത്തും. നമ്മുടെ അതിൻ്റെ സാധനമാണ്, ഇന്ത്യയുടെ IT പ്രൊഡക്റ്റാണ്, അത് അവിടേക്ക് എത്തും. ആഗോളതലത്തിൽ ഇന്ത്യക്കാർക്ക് ഇവിടെ ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്നു, അവിടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇന്ത്യക്കാരെന്നുള്ളതിലേക്ക് ആ ബാങ്കിൽ അവിടുത്തെ ബ്രാഞ്ചിൽ അക്കൗണ്ട് എടുക്കുകയും നമുക്ക് നമ്മുടെ അവിടുത്തെ ഫോൺ നമ്പർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതോടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇന്ത്യയിലുള്ള അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും. അത് ചെറിയൊരു ഇതല്ല. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുന്നു, പൈസ വെളിയിൽ നിന്ന് ഇങ്ങോട്ട് അയക്കണമെന്നുള്ള ബുദ്ധിമുട്ടുകൾ ആൾക്കാർ പലതരം മാർഗ്ഗങ്ങൾ നോക്കും. വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ ഉണ്ട്, അല്ലാത്തുള്ള ട്രാൻസ്ഫർ ഉണ്ട്, ഏറ്റവും ലാസ്റ്റ് കുഴപ്പണം വരെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ ഒരു വിരാമമില്ലേ? ഇത് നേരം അയച്ചാൽ പോരെ, ഫോണിൽ ഇരുന്ന് ഒരു ക്ലിക്ക്. മറ്റത് കമ്പ്യൂട്ടറിന് പിന്നെ എത്ര നേരം ഇരുന്നാലും പൈസ അയക്കാൻ പറ്റുമായിരുന്നു അറിയോ? ഞാൻ വെസ്റ്റേൺ യൂണിയനൊക്കെ പോയിട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അതിന് വേണ്ടി പുറത്തൊരു സ്ഥലത്ത് പോയി അവരുടെ ഇത് കണ്ടുപിടിച്ച്, ഓഫീസ് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് അവിടെ നിന്ന് അയക്കണം. എന്നിട്ട് ഒരു കോഡ് നമ്പർ തരും, അത് ഇവിടെ വിളിച്ച് പറയണം, അതുമായിട്ട് ഒരാൾ ചെന്നിട്ട് ഇത് മേടിക്കണം. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അതൊന്നും വേണ്ടല്ലോ, എത്ര എളുപ്പമുണ്ട് വിദേശത്തു നിന്ന് പോലും പൈസ അയച്ചു കിട്ടാനായിട്ട്. അപ്പോൾ ഇന്ത്യ ഒരു പുതിയ ഒരു യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമ്പദ് വ്യവസ്ഥയുടെ ഒരു പുതിയ യുഗം, കാർഷിക മുന്നേറ്റത്തിൻ്റെ ഒരു പുതിയ യുഗം, വ്യവസായ മുന്നേറ്റത്തിൻ്റെ ഒരു പുതിയ യുഗം, ഡിഫൻസിൽ നമ്മുടെ മേൽക്കോയ്മയുടെ ഒരു പുതിയ യുഗം. ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ഇന്ത്യ ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഗൾഫിലെ യുദ്ധത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിലെ അമേരിക്കയുടെ മിസൈൽ വീഴുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? റഷ്യയും ചൈനയും കൊടുത്തിരിക്കുന്ന ഡിഫൻസ് സിസ്റ്റം അവിടെയുണ്ട്. അത് പൂർണ്ണ വിജയമല്ല, ചിലതിനൊക്കെ അടിയിട്ടുണ്ട്. F-35 വരെ അവരടിച്ചിട്ട് കഴിയും. പക്ഷേ ധാരാളം മിസൈൽ വീഴുന്നുണ്ട്. തിരിച്ച് അമേരിക്ക ഇസ്രായേലിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന സാധനങ്ങളുടെ ഇസ്രായേൽ സ്വന്തമായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് പലതരത്തിലുള്ള ഡിഫൻസ് സംവിധാനം അവിടെയുണ്ട്. എന്നിട്ട് ഇറാൻ അയക്കുന്ന ഏറ്റവും മോശം മിസൈലും ഏറ്റവും മികച്ച മിസൈലും എല്ലാം അവിടെ വീഴുന്നുണ്ട്. എല്ലാം വീഴുന്നുണ്ട്. അതായത് അവൻ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ അയച്ചാലും അവിടെ പോയി വീഴുന്നുണ്ട്. ഒരു ഇരുമ്പോഴലിനകത്ത് വെടിമരുന്ന് നിറച്ചിട്ട് അതിനെ മിസൈൽ പോലെ അയച്ചാൽ അതും പോയി വീഴുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയുടെയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ ആലോചിച്ച് നോക്കണം, നമ്മുടെ സുദർശന ചക്ര എന്ന് പറയുന്ന സാധനത്തെ അത് മറ്റെല്ലാത്തിനെയും പ്രതിരോധിച്ചു. അമേരിക്ക കൊടുത്ത സാധനങ്ങളെ പ്രതിരോധിച്ചു, പാകിസ്ഥാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതിനെ പ്രതിരോധിച്ചു, തുർക്കി കൊടുത്തതിനെ പ്രതിരോധിച്ചു, ചൈന കൊടുത്തതിനെ പ്രതിരോധിച്ചു. ഒരു മിസൈൽ പോലും ഇവിടെ വീണില്ല. വീണെങ്കിൽ നമ്മുടെ അതിർത്തി കടന്ന് കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, പ്രതിരോധിക്കപ്പെട്ടു. അപ്പോൾ ഇത്രയും മികച്ചൊരു സാധനം നമ്മളുണ്ടാക്കി. ഇന്ന് അവിടെ ഇവന്മാർ പരസ്പരം അടിമേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ ആത്മവിശ്വാസമായിട്ടിരിക്കുക, ഒരൊന്നും ഇവിടെ വീഴില്ലെന്ന്. നമ്മൾ എന്നിട്ടും ഒന്നും കൂടെ കാര്യക്ഷമമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഡിഫൻസ് മേഖലയിൽ. അതിന് ധാരാളം പ്രൈവറ്റിനും കൂടെ ഇടം കൊടുത്ത് അവിടെ അവർക്ക് ചെറുപ്പക്കാർക്ക് വളർന്നു വരാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ലോക രാജ്യങ്ങൾക്കിടയിലുള്ള ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിച്ചു, സ്വാധീനവും ഇമേജും വർദ്ധിച്ചു. ഇന്ത്യ എന്താ പറയണേ? ഇപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നിരവധി ലോക നേതാക്കന്മാർ, ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും, പ്രത്യേകിച്ച് UAE, ഇന്ത്യ പറയുന്നിടത്താണ് അവരുടെ നിലപാട്. ഫോർ എക്സാമ്പിൾ, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം, UN റഷ്യക്കെതിരെ വോട്ടെടുപ്പ്, ഇന്ത്യ നിന്ന് വിട്ടുനിന്നു. ആ വിട്ടുനിന്നുള്ളത് ഒരു റഷ്യ അനുകൂല നയമായിരുന്നു. ഇത് തന്നെ UAE പിന്തുടർന്നു. അത് കണ്ട് പല രാജ്യങ്ങളും പിന്തുടർന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾ ഓൾമോസ്റ്റ് മുഴുവൻ ഇന്ത്യ എന്ത് ചെയ്യുന്നു നോക്കിയിട്ടാണ് തീരുമാനമെടുക്കുന്നത്. അത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ നയം മുമ്പേ ഉള്ളതാണ്. പക്ഷേ മോഡി വന്നതിന് ശേഷം പല ഗൾഫ് രാജ്യങ്ങളും ഈ ലൈന് വന്നു. ഇന്ത്യയോട് അകന്നു നിന്നതിനെ വല്ലതും നമ്മുടെ അടുത്തായി. യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്ത് വന്നു മാത്രമല്ല, മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിക്കപ്പെട്ട യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് ഡീൽ ഇന്ത്യ സൈൻ ചെയ്തു. 17 വർഷമായിട്ട് നടക്കേണ്ട സാധനമാണ്. അതാ പെട്ടെന്ന് സൈൻ ആയിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അമേരിക്കയായിട്ട് നെഞ്ച് ഉയർത്തിപ്പിടിച്ച് വിരിച്ചു പിടിച്ച് നമ്മൾ അവരെ പ്രതിരോധിക്കുക താരിഫ് വിഷയത്തിൽ. ഇതേ താരിഫ് വിഷയം അവർക്കും അടികിട്ടിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി നല്ല സുഹൃത്ത് ഇന്ത്യയാണ്, അമേരിക്ക അല്ല. അവർ മോഡിയുടെ ഇന്ത്യയിലേക്ക് ഓടി വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മോഡി അധികാരത്തിൽ കയറിയ 2014 12 കൊല്ലവും ഇത് വിജയഗാഥകളുടെ സമയമാണ്. കോവിഡ് വന്നു, നമ്മളതിനെ പ്രതിരോധിച്ചു. അതൊരു ക്രൈസിസ് ടൈമായിരുന്നു. ഇപ്പോൾ ഗൾഫ് യുദ്ധം ഒരു ക്രൈസിസ് ടൈമാണ്, നമ്മളതിനെ പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ട് ഓരോ തവണയും. പിന്നെ ഇന്ത്യക്കൊരു ഊർജ്ജമുണ്ട്, അത് മനസ്സിലാക്കണം. നമ്മളെ ആരെങ്കിലും തല്ലിക്കൊഴിച്ച് താഴ്ത്തിടാൻ നോക്കിയാൽ നമ്മളതിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരും. മുമ്പ് ആണവ പരീക്ഷ നടത്തി നമ്മളെ തകർക്കാൻ നോക്കി. അന്നേരം ആ സമയത്ത് നമ്മളാ പരീക്ഷ നടത്തിയത്, നമ്മളെ ഉപരോധിക്കാൻ നോക്കി. അതിനെല്ലാം മറികടന്ന് നമ്മൾ ആണവായുധവും വികസിപ്പിച്ചു, നമ്മൾ മിസൈൽ സിസ്റ്റവും വികസിപ്പിച്ചു,
ക്രയോജനിക്കും വികസിപ്പിച്ചു, ഒന്നും വികസിപ്പിക്കാണ്ടിരുന്നില്ല. ഫ്രാൻസിനോട് നമ്മൾ മുമ്പ് ചോദിച്ച റഡാർ അവർ തന്നില്ല. നമ്മൾ വിരൂപാക്ഷ റഡാർ ഉണ്ടാക്കി, അതിനേക്കാൾ ഫ്രാൻസിനേക്കാളും മികച്ചത്. അപ്പം അവൻ നിഷേധിച്ച അവനേക്കാൾ മികച്ചത് നമ്മളുണ്ടാക്കും. ഇത് നമ്മുടെ ഒരു കഴിവാണ്. അപ്പോൾ ആ കഴിവിനെ ഉദ്ദീപിപ്പിച്ച് നമ്മുടെ ടെക്നീഷ്യൻസിനെയും നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മുടെ ചെറുപ്പക്കാരെയും നമ്മുടെ ശാസ്ത്രജ്ഞരെയും നമ്മുടെ ബിസിനസ്സുകാരെയും പ്രചോദിപ്പിക്കുന്ന ഒരു നേതാവ്, ആ ഒരു നേതാവാണ് മോഡി. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ദീർഘകാല റെക്കോർഡുള്ളത്. പിന്നെ പലരും കമ്പയർ ചെയ്യുന്നുണ്ട്, നെഹ്റു ഇതിനേക്കാൾ മികച്ചതായിരുന്നു, നെഹ്റുവിൻ്റെ കാലത്ത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നൊക്കെ. ഈ നെഹ്റു അധികാരം ഏറ്റെടുക്കുമ്പോഴേ ഇന്ത്യക്കൊരു വലിയൊരു മിച്ച ബജറ്റ് ഉണ്ടായിരുന്നു. 5000 കോടി രൂപയുടെ മിച്ച ബജറ്റ് ഉണ്ടായിരുന്നാണ് കേട്ടേക്കുന്നത്. അപ്പം അതിൽ നിന്ന് 50 കോടി പാകിസ്ഥാന് കൊടുക്കാൻ പറഞ്ഞാണ് അന്ന് മഹാത്മാഗാന്ധി സമരം ചെയ്തത്. ആയിക്കോട്ടെ, പക്ഷേ ആ മിച്ച ബജറ്റിൽ നിന്ന് ഇന്ത്യ എങ്ങോട്ട് പോയി? കോൺഗ്രസ് ഭരണത്തിൽ. നെഹ്റുവിൻ്റെ ഭരണത്തിലും അഴിമതി ഉണ്ടായിരുന്നു, പിന്നീട് വന്ന കോൺഗ്രസ് ഭരണകൂടങ്ങളിൽ നിരവധി അഴിമതിയായിരുന്നു. നെഹ്റു പ്രധാനമന്ത്രി ആയത് തന്നെ ഒരു അഴിമതിയാണ്, അത് തന്നെ അഴിമതിയാണ്. ഇതിനുശേഷം വികസനത്തിലേക്കാണോ കൊണ്ടുപോയത്? റോങ് ആയിട്ടുള്ള വികസന മോഡലാണ് സ്വീകരിച്ചത്. അദ്ദേഹം കഴിയുന്നത് ക്യാപിറ്റലിസ്റ്റിക് വികസന മോഡൽ എടുത്തില്ല. സത്യം പറഞ്ഞാൽ വികസിക്കണമെങ്കിൽ അതാണ് വേണ്ടത്. പിന്നെ നോക്കിയത് റഷ്യൻ മോഡലാണ്. എന്നാൽ റഷ്യൻ മോഡൽ കമ്മ്യൂണിസ്റ്റ് മോഡലാണെന്ന് ചോദിച്ചാൽ ആ കമ്മ്യൂണിസ്റ്റ് മോഡലല്ല എടുത്തത്, സോഷ്യലിസ്റ്റ് മോഡൽ എന്നൊരു പേരിട്ടു. അതേ സമയത്ത് ചൈന ഉയർന്ന വികസന റേറ്റാണ് രേഖപ്പെടുത്തി മുന്നോട്ട് നോക്കിയത്. അപ്പോൾ നെഹ്റുവിനോട് അന്ന് ചോദിച്ചപ്പം നമ്മൾ പാവപ്പെട്ട രാജ്യമാണ്, നമുക്ക് അത്ര ഉയരാൻ പറ്റില്ല. അന്ന് ചൈനയും പാവപ്പെട്ട രാജ്യമാണ്, പക്ഷേ അവർ അന്ന് ധീരതയോടുകൂടി അവർ ഉയർന്ന റേറ്റിൽ വികസനം ഉണ്ടാവണം. അത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 20-25% വികസനം ഉണ്ടാവണം എന്നൊരു നയം സ്വീകരിച്ച്. നമ്മൾ 6-8% അന്നും പിടിച്ചിട്ടുള്ളൂ. അവസാനം എന്തായി? ചൈനയൊക്കെ മുന്നിൽ കയറി പോയി. കാരണം അവർ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തു. ഇത് ചെയ്യാൻ നെഹ്റുവിന് പറ്റിയില്ല. ഇത് രേഖയുള്ളതാണ് ഞാനീ പറയുന്ന കാര്യം. അപ്പോൾ ഇന്ത്യയുടെ വികസന മുരടിപ്പിന് കാരണമായ പ്രധാന വ്യക്തിയാണ് നെഹ്റു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീക്ഷണമില്ലായികയാണ്. നെഹ്റു ശരിയാണ്, ഡാമൊക്കെ ഉണ്ടാക്കി, ശരിയാണ്, ഡാം ആവശ്യമായിരുന്നു, ഇല്ലാതെ പറയില്ല. വൈദ്യുതി വേണമായിരുന്നു, മറ്റു കാര്യങ്ങൾ, ജലസേന, ഇങ്ങനെയുള്ള പലതിനും. പക്ഷേ എന്തായിരുന്നു യഥാർത്ഥ വികസനം വരേണ്ടിയിരുന്നത്? അത് നടപ്പായിട്ടില്ല. ഇന്ത്യക്കാരുടെ ഇൻവെൻഷൻസ് പോലും മാർക്കറ്റിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോയമ്പത്തൂർ ജി ഡി നായിഡു കാർ ഉണ്ടാക്കിയ ആളാണ്, അന്ന് വികസിപ്പിച്ച ആളാണ്. നായിഡുവിൻ്റെ ഒരു പ്രൊഡക്റ്റും ഈ മാർക്കറ്റിൽ എത്താതിരിക്കാൻ, അദ്ദേഹം ഒരു കാറ് കമ്പനി ഉണ്ടാക്കിയതിന് അംഗീകാരം കിട്ടാതിരിക്കാൻ അന്നത്തെ നെഹ്റുവിൻ്റെ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. നായിഡു ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ജി ഡി നായിഡു മ്യൂസിയം എന്നൊരു സാധനം കോയമ്പത്തൂരുണ്ട്. അതൊന്ന് പോയി നോക്കിയാൽ അദ്ദേഹം എന്തൊക്കെ ഇൻവെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നും എന്തൊക്കെ അവഗണനകൾ നെഹ്റുവിൻ്റെ കാലം തൊട്ട് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തു നമുക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ആ മ്യൂസിയത്തിൽ ഇരിക്കുന്ന സാധനങ്ങൾ മതിയായിരുന്നു ഇന്ത്യ കാറ് കമ്പനികളുടെ ഒരു ഹബ്ബായിട്ട് മാറാൻ, മറ്റ് പല പ്രൊഡക്റ്റുകളും ഇന്ത്യ ഉണ്ടാവാനായിട്ട്. ഓർക്കണം, കോയമ്പത്തൂർ ഒരു വ്യവസായ നഗരമാണ്, സ്വന്തം നിലയ്ക്ക് ഡെവലപ്പ് ചെയ്യുന്നൊരു വ്യവസായ നഗരമാണ് കോയമ്പത്തൂർ. ആ കോയമ്പത്തൂരിൻ്റെ വ്യവസായ വികസനത്തിൻ്റെ പുറകിൽ ജി ഡി നായിഡുവിനെ പോലുള്ള ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർ മെയിൻ സ്ട്രീമിൽ വരേണ്ടിയിരുന്നു, അവരെ മുരടിപ്പിക്കുകയത്. അപ്പോൾ അങ്ങനെയല്ല മോഡി ഒരാൾ എവിടെയെങ്കിലും ഒരു പ്രതിഭ ഉണ്ടെന്ന് കണ്ടാൽ ഒന്ന് പുള്ളിയെക്കുറിച്ചൊരു പോസ്റ്റ് പോലും ഇടും, അല്ലെങ്കിൽ മൻ കി ബാത്തിൽ പറയും. എവിടെയെങ്കിലും ഒരു ചെറിയ കച്ചവടക്കാരൻ്റെ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് അത് ഇന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ മോഡി ഒന്ന് പറഞ്ഞാൽ മതി, അവൻ അടുത്ത വർഷം കോടീശ്വരനാഭാവത്തിന് അവന് ധാരാളം ഓർഡറുകൾ കിട്ടുകയാണ്. ഇതിങ്ങനെ പൊക്കിക്കൊണ്ട് വരിക വേണ്ടത്, അതിന് പകരം തളർത്തിയിടുകയാണ് വേണ്ടേ. നെഹ്റുവിൻ്റെ കാലത്തൊക്കെ ഉണ്ടായത് അങ്ങനെ തന്നെയാണ്. കുത്തകകളാണ് വളർന്നു വന്നത്. ആലോചിച്ച് നോക്കണം, നമ്മുടെ ഒരു 20-25 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ എത്ര കാർ കമ്പനികളുണ്ട്, എത്ര ടൈപ്പ് കാറുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഒരു അംബാസഡർ ഉണ്ട്, പിന്നെ ഫിയറ്റ് ഉണ്ട്, ഒരു പ്രീമിയർ എന്നൊരു സാധനം അവരുടെ ഉണ്ട്, ഒരു ഡോൾഫിൻ എന്നൊരു കാറും കൂടെ ഉണ്ടായിരുന്നു, മാരുതി 800 പോലത്തെ ഒരെണ്ണം. കുറച്ചാണ്ട് കഴിഞ്ഞ് പിന്നെ മാരുതി വന്നു, അതും ജപ്പാനിൽ നിന്ന് വന്നൊരു കൂട്ടുകെട്ടുമായിട്ടൊരു മാരുതി വന്നതാണ്. ഇത് ഒരു കാലഘട്ടം മുഴുവൻ നോക്കിയാൽ ആകെ 2-3 ടൈപ്പ് കാറ്. ഒരു അശോക് ലേലാൻഡും അതുപോലെ തന്നെ ടാറ്റയും ലോറി ഇറക്കാൻ ഈ 2 കൂട്ടരിലെ ബസ് ഇറക്കാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതാനും പേരുടെ കുത്തക. പിന്നെ ബജാജാണ് ഓൾമോസ്റ്റ് അന്നത്തെ കാലത്ത് മിക്കവാറും 2 വീലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുത്തകകളായിരുന്നു. പുതിയ ഒരാളെ വരാനോ വളരാനോ സമ്മതിച്ചിട്ടില്ല. കാരണം ഏതാനും പേര് മതി എന്ന് വെച്ചു. അങ്ങനെയല്ല, മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, വികസനം ഉണ്ടാവണമെങ്കിൽ, നല്ല റിസർച്ച് നടക്കണമെങ്കിൽ കോമ്പറ്റീഷൻ വേണം. പുതിയ പ്ലെയേഴ്സ് അവിടെ വരണം. അവരൊന്നും അനുവദിച്ചില്ല. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ സമ്മതിച്ചില്ല. ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാര്യമായിട്ടും നടത്തിയില്ല. അഴിമതി നന്നായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൽ നിന്നെല്ലാത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ട് ഇന്ത്യ വികസനത്തിൻ്റെ ശരിയായ പാതയിലേക്ക് നയിച്ചത് വേറെ ആരുമല്ല, നരേന്ദ്രമോദിയാണ്. ഇന്ത്യൻ ജനത അദ്ദേഹത്തിന് കൊടുത്ത സമ്മാനമാണ് ഈ ദീർഘകാല ഭരണം. എന്തായാലും 4399 അല്ല, 6131 ദിവസത്തിന് മുകളിൽ ഭരിച്ചിട്ട് അദ്ദേഹം ഇറങ്ങാൻ പോകുള്ളൂ.